എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ അല്ലെങ്കിൽ ടൈറ്റിലിൽ കണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ വളരെ വിലപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സോ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. കാരണം ഇതൊരു എയർ ഡ്രോപ്പിൻ്റെയോ ഒരു ക്രിപ്റ്റോയുടെ പ്രോജക്റ്റിൻ്റെ ഒന്നും വീഡിയോ അല്ല. നിങ്ങൾക്ക് പക്കാ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണ്. സോ ഈ വീഡിയോ നിങ്ങൾ വ്യക്തമായിട്ട്, ഒരിക്കൽ കൂടെ പറയുന്നു, വ്യക്തമായിട്ട് മനസ്സിലാക്കി കേൾക്കണം. സോ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വേഴ്സസ് ക്രിപ്റ്റോ. സോ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ പ്രൊഡക്റ്റ് അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. പല ആൾക്കാരെയും ക്രിപ്റ്റോ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് നെറ്റ്വർക്കാണ്. അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ ഈ പറയുന്ന ഒന്നുകിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോയിന് വാങ്ങിച്ച് സെല്ല് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു USDT അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് പലയിടത്തും നിക്ഷേപിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു 14 ഒക്കെ വരുമാനം കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ക്രിപ്റ്റോയിലേക്ക് വന്നിട്ടുണ്ട്. അവർക്കാകെ അറിയാമെന്നുള്ളത് ഈ പറയുന്ന ആ ഒരു കമ്പനി പഠിപ്പിച്ച കാര്യം. അതായത് ഞാൻ എല്ലാവരെയും അല്ല, 90% ആൾക്കാരെ, ഒരു 10% ആൾക്കാർക്ക് റിയൽ ഫാക്ട്സ് അറിയാം. അവരറിഞ്ഞ് വച്ചോണ്ടാണ് ഇത് ചെയ്യുന്നത്. ബാക്കി 90% ആൾക്കാരെ ഞാൻ വിശേഷിപ്പിക്കുന്നത് പൊട്ടക്കിണറ്റിലെ തവളകളെന്നാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ത് പറഞ്ഞാലും അവർ മനസ്സിലാക്കത്തില്ല. അവർ സ്റ്റിൽ ബിലീവ് ദാറ്റ് കമ്പനി വിൽ ഹെൽപ്പ് ദം. അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. സോ കുറച്ച് ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഫാക്ട്സ് എന്ന് പറയുമ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കത്തില്ല. ഇത് കണ്ടു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഫാക്റ്റ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് എത്രമാത്രം കഴിയുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ടൈമിൽ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് ബിറ്റ്കോയിൻ വീണ്ടും ഉണ്ടാക്കാൻ പറ്റും എന്നല്ല ഞാൻ പറഞ്ഞത്. ക്രിപ്റ്റോ കറൻസി വീണ്ടും ഉണ്ടാക്കാം. ക്രിപ്റ്റോ കറൻസി ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പം എതീരിയം എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിനിനകത്ത് സോൾഡിറ്റി എന്ന് പറയുന്ന ഒരു കോഡിംഗ് അറിയാമെന്നുള്ള ഒരാൾക്ക് ഈസി ആയിട്ട് ERC20 ടോക്കൺ ഉണ്ടാക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന BNB അങ്ങനെ പല പല TRX അല്ലെങ്കിൽ സൊലാനോ ഏത് ബ്ലോക്ക് ചെയിനിൽ വേണോ കോഡിങ് അറിയാന്നുള്ളവർക്ക് പുതിയൊരു ടോക്കൺ ഉണ്ടാക്കാം. അതിൻ്റെ സപ്ലൈ അവരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു ടോക്കൺ ഉണ്ടാക്കിയിട്ട് ആ ടോക്കണിനെ അവർ കമ്പയർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലുള്ള എല്ലാ ആൾക്കാരും കമ്പയർ ചെയ്യുന്നത് ബിറ്റ്കോയിനാണ്. ബിറ്റ്കോയിൻ എന്തെന്നറിഞ്ഞാൽ ഇവരൊരിക്കലും അത് കമ്പയർ ചെയ്യത്തില്ല. അത് റിയലായിട്ട് മറ്റവരെ പഠിപ്പിക്കത്തുമില്ല. ചുമ്മാ ഒരു മണി റൊട്ടേഷനാണ് ഇവർ ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം, ഒരു കമ്പനി ഒരു കമ്പനിക്കും ഈ പറയുന്ന 14, 15 ലെവൽ ഇൻകം കൊടുക്കാൻ പറ്റത്തില്ല. സോ ഒന്ന് കോമൺ സെൻസ് ചിന്തിച്ച് നോക്കുക. 14, 15 ഒക്കെ ഇൻകം. അതാണ് ഒന്നാമത്തെ ഇവരുടെ വാഗ്ദാനം. ഒരു നെറ്റ്വർക്ക് കമ്പനിയിൽ പോകുമ്പോൾ 14, 15 ലെവൽ ഇൻകം. ആ ഇൻകം കണ്ടിട്ടൊക്കെയാണ് ഓരോ ആൾക്കാർ പോകുന്നത്. ചില ആൾക്കാർ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ USDT കൊണ്ട് ഒരു പൂളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ USDT മൈനിങ് ആണ് ചെയ്യുന്നത്. സുഹൃത്തെ, USDT മൈനിങ് ചെയ്യാൻ പറ്റത്തില്ല. USDT മിന്റ് ആണ് ചെയ്യുന്നത്. അതായത് USDT എന്ന് പറയുന്നത് US ഡോളറിനെ ആസ്പദമാക്കി അതിൻ്റെ അതേ വിലയിൽ നിൽക്കുന്ന ഒരു സ്റ്റേബിൾ ക്രിപ്റ്റോ കറൻസിയാണ്. അതായത് നമ്മൾ എത്രമാത്രം USDT മിന്റ് ചെയ്യുന്നു അത്രയും തുല്യമായ ഡോളർ കെട്ടിവച്ചാണ് മിന്റ് ചെയ്യുന്നത്. അത് നമ്മളല്ല മിന്റ് ചെയ്യുന്നത്. അതൊക്കെ വലിയ വലിയ ഓർഗനൈസേഷൻസ് ആണ് മിന്റ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള ചെറിയ എമൗണ്ടിനുള്ള USDT എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് ബൈ ചെയ്യാം. അപ്പോൾ അത് രണ്ടാമത്തെ ഇവരുടെ ഫേക്ക് പ്രോസസ്സ്. അതായത് ഒന്നാമത്തെ ഫേക്ക് എന്ന് പറയുന്നത് 14, 15 ലെവൽ ഇൻകം. അത് ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്കൊക്കെ ഇവർക്ക് കൊടുക്കാൻ പറ്റും. 2 USDT വച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ സ്കാം വരുന്നത്. 3 ഇവർ പറയുന്നതെന്ന് പറയുന്നത് ബിറ്റ്കോയിനുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അതായത് ഇന്ന് നമ്മുടെ കോയിന് 50 പൈസ ₹1 നിങ്ങൾ വാങ്ങി വച്ചാൽ നാളെ 2030 ആവുമ്പോൾ ഇത് ബിറ്റ്കോയിനെ ഓവർടേക്ക് ചെയ്യും. ഒരു കാര്യം പറയാം, നിങ്ങളുടെ കോയിൻ, ഈ കോയിൻ്റെ യൂസ് കേസസ് എന്താണ്?
വൈ വേൾഡ് നീഡ് ദിസ് കോയിൻ? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ കോയിന് ഈ ലോകത്തിന് എന്തിനാണ് ആവശ്യം? ഇപ്പം എതീരിയം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് വന്നതുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ ഒരുപാട് ഇന്നോവേഷൻ വന്നത്. അതായത് DApp വന്നത്, NFT വന്നത്, അങ്ങനെ ഒരുപാട്. സോ നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ പ്രൊജക്റ്റ് എന്തിനാണ്? ഒരു പ്രൊജക്റ്റും ഇല്ലാതെ, ഒരു തട്ടിക്കൂട്ടിയ വെബ്സൈറ്റിൽ, ഒരു ട്വിറ്റർ പേജ് ഇല്ലാതെ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ലാതെ, ജസ്റ്റ് ഒരു യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് അകത്ത് കയറുമ്പോൾ സ്റ്റേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ കാണിക്കും. അതിനകത്തോട്ട് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ പൈസ ഇടുന്നു. അവിടെ ഒരു 14 ലെവൽ അല്ലെങ്കിൽ 15 ലെവൽ ഇൻകം കാണിക്കും. നിങ്ങൾ 2 പേരെ റെഫർ ചെയ്താൽ അതിൻ്റെ 10 തൊട്ട് 20% കമ്മീഷൻ ആദ്യത്തെ ലെവലിൽ. അങ്ങനെ 14 ലെവൽ വരെ കമ്മീഷൻ. സോ എങ്ങനെയാണ് ഇവർക്കിത് കൊടുക്കാൻ പറ്റുന്നത്? സിമ്പിൾ മണി റൊട്ടേഷൻ, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ നിങ്ങൾ USDT ആക്കി അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ അതൊരു ലിക്വിഡ് മണിയാണ്. അവർക്കത് ഈസി ആയിട്ട് വിറ്റ് പൈസയാക്കാം. സോ അതും ഒരു ഫേക്ക് പ്രോമിസാണ്. ഈ USDT എന്തെന്ന് അറിഞ്ഞൂടാത്ത, ക്രിപ്റ്റോ കറൻസി എന്തെന്ന് അറിഞ്ഞൂടാത്ത പുതുതായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരെയാണ് ഇവർ പിടിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് പ്രോജക്ട്സിൽ പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രോജക്ട്സ് ചെയ്തിട്ടുമുണ്ട്. അത് പലതും വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ എന്ത് സംഭവം? എനിക്ക് ഈ നെറ്റ്‌വർക്ക് ഞാൻ ഓപ്പൺലി പറയാം, ഞാൻ പണ്ടൊരു നെറ്റ്‌വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ നെറ്റ്‌വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ട്സ് ഉള്ള നെറ്റ്‌വർക്കുകൾ നല്ല രീതിയിൽ പണ്ട് ചെയ്തിട്ടുണ്ട്. 2020 കൊറോണ വന്ന സമയത്ത് കേരളത്തിൽ പല കമ്പനികളും ഡൗൺ ആയി പോയി. പല ലീഡേഴ്സും മാറിപ്പോയി. സോ അന്ന് എനിക്ക് എൻലൈറ്റ്മെന്റ് കിട്ടി. ഞാൻ ഓപ്പൺലി പറയാം, എൻലൈറ്റ്മെന്റ്. കാരണം ലീഡേഴ്സ് വിൽ ഓൾവേസ് ലീഡേഴ്സ്. അതായത് അവരെപ്പോഴും അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടിട്ടേ അവർ പോകത്തുള്ളൂ. അത് നമ്മളാരും അറിയത്തില്ല. ഒരു കമ്പനിയിലെ ലീഡർ മാത്രമായിരിക്കും പൈസ ഉണ്ടാക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ആ ഒരു ലീഡറിന് എങ്ങനെ പോയാലും ഒരു 10, 500 പേരെ അല്ലെങ്കിൽ 1000 പേരെ കണക്ട് ചെയ്യാം. അത് ഏത് കമ്പനി പോയാലും ഇവർക്കിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്? ഓ, അവന് 20 ലക്ഷം കിട്ടി, സോ എനിക്ക് 20 ലക്ഷം കിട്ടും. നടക്കില്ല. ഇവിടെ പല ആൾക്കാരും വിചാരിച്ചു വച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നത് ചുമ്മാ ഇരുന്നാൽ പൈസ കിട്ടുമെന്നാണ്. ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെടണം. നിങ്ങൾ കഷ്ടപ്പെടണം എന്ന് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ഓരോ വ്യക്തികളെ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്ലാനിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് അവരുടെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാർ ചുമ്മാ ഇരുന്നാൽ പിന്നെ നോക്കണ്ട. അവരും ഇതേപോലെ ഒരുപാട് പണിയെടുക്കണം. സോ അത് 95% ഒരു നെറ്റ്വർക്കിൽ വരുന്ന ആൾക്കാർക്ക് പറ്റത്തില്ല. 5% ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അവർ വീണ്ടും വീണ്ടും പുതിയ കമ്പനിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. കാരണം അങ്ങനെയാണ് ഈ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ ഒരു കമ്പനിയിലേക്ക് ചാടിക്കുതിച്ച് എൻ്റെ 50,000, എൻ്റെ 1,00,000, എൻ്റെ 5,00,000 ഒക്കെ ഇട്ടിട്ട് നാളെ ആ കോയിൻ ലിസ്റ്റ് ആവുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഹൈറിച്ച്. അവർ കോയിന് പോലും കൊടുത്തിട്ടില്ല. ആലോചിച്ച് നോക്കുക, കോയിന് പോലും കൊടുത്തിട്ടില്ല. വേറെ കുറേ ആൾക്കാരെന്ന് പറയുന്നത് അവർ USDT ആണ് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർ അങ്ങ് ഡയലോഗ് അടിക്കും. നമ്മുടെ കമ്പനി എന്ന് വെച്ചാൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഈ കമ്പനി വലുതാണ്. ഇത് എന്തുകൊണ്ട് ഇവർ ഡയലോഗ് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവർക്ക് ട്രെയിനിങ് ഉണ്ട്. അവർ ആ ട്രെയിനിങ്ങിൽ പഠിച്ച കാര്യങ്ങൾ, അതായത് ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് പൊട്ടക്കിണറ്റിലെ തവള. സോ അവർ അതിന് വെളിയിലൊരു ലോകം അവർക്ക് അറിയില്ല. സോ അവർ വെളിയിൽ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ പല ആൾക്കാരോടും സംസാരിക്കുമ്പോൾ അവരെല്ലാം ചോദിക്കും, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് ക്രിപ്റ്റോ ട്രേഡിംഗ് ആണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ ഏത് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന്. ഇവരോടൊക്കെ ഞാൻ എന്ത് പറയാൻ? ക്രിപ്റ്റോ കറൻസിയിൽ ഒരു പ്രൊജക്റ്റ് അല്ല ബ്രോ. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ്, ഒരു വലിയൊരു $1 ട്രില്യൺ മാർക്കറ്റാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഇതിലോട്ട് വാ. പിന്നെ ഈ പറയുന്ന പല എയർ ഡ്രോപ്സ്, പല പ്രോജക്റ്റ്, ഈ ക്രിപ്റ്റോയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നാണ് ഇവർ മറ്റവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ട്രേഡിങ്ങിൽ പൈസ ഉണ്ടാക്കാൻ പറ്റൂല. നോർമൽ ട്രേഡ് ചെയ്താൽ നിങ്ങളുടെ പൈസ മൊത്തം പോവും. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്യൂ. ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഒരു തന്ത്രമാണ്. പിന്നെ കുറച്ച് പേരുണ്ട്, നല്ല നല്ല ബോട്ടുകൾ വിൽക്കുന്ന ടീമുകൾ. ഒരു കാര്യം ഞാൻ പറയാം. ഈ ലോകത്ത് അടിപൊളിയായിട്ട് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്ന എഐകളൊന്നും ഇല്ല. അങ്ങനെ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് എഐകൾ പൈസ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇവരെന്തിന് നമുക്കത് വിൽക്കണം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു കമ്പനി എന്തിന് നമുക്കത് സെല്ല് ചെയ്യണം? ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം, നിങ്ങൾക്ക് വളരെ വിലമതിക്കാനാവാത്തൊരു സാധനം, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട, നിങ്ങൾ ആഗ്രഹിച്ചെടുത്തൊരു സാധനം, നിങ്ങളത് മറ്റൊരാൾക്ക് വിൽക്കുവോ?
കോമൺ സെൻസിൽ ചിന്തിക്ക്. ചില ആൾക്കാര് പറയുന്നു നമ്മൾ ഇടുന്ന ഫണ്ട് എടുത്ത് വെച്ച് കമ്പനി ട്രേഡ് ചെയ്ത് കമ്പനി കോടികളുണ്ടാക്കുമെന്ന്. എന്തിന്? എങ്ങനെ? അവരൊന്നും ചെയ്യുന്നില്ല. അവർക്കങ്ങനെ ചെയ്യാനുള്ള കാലിബറും കഴിവും ഒക്കെ ഉണ്ടെങ്കി അവരാദ്യമേ ആ ഫണ്ട് എടുത്ത് വെച്ച് ചെയ്തേരെ. ഇത് നിങ്ങടെ ഫണ്ട് അവരൊന്നും ട്രേഡ് ചെയ്യുന്നില്ല. അതാണ് ഫാക്ട്. ഒരുപാട് പേര് എന്റെ അടുത്ത് തർക്കിച്ചിട്ടുണ്ട്. ബ്രോ, ആ നമ്മടെ കമ്പനിയുടെ ഓഫീസ് അങ്ങ് ദുബായിലാണ്. അങ്ങ് അബുദാബിയിലാണ്. അതൊക്കെ അവിടെയൊക്കെ ഒരു കമ്പനി തുടങ്ങാൻ നിങ്ങൾ ഈ വിചാരിക്കും കണക്ക് വലിയ പാടൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ഫീൽഡാണെങ്കിൽ. എന്താ നാളെ നിങ്ങൾ ഫ്ലൈറ്റ് പിടിച്ച് അവിടെ കമ്പനി പോയിട്ട് നോക്കൂ. അങ്ങനൊരു കമ്പനി അവിടെ ഉണ്ടെന്ന്. ഇല്ല. ഇവർക്ക് ഈസി ആയിട്ട് പറഞ്ഞു വെക്കാം. സോ, അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നെറ്റ്വർക്ക് ക്രിപ്റ്റോയിൽ ഒരാൾ നിങ്ങളുടെ അടുത്ത് വരണമെങ്കിൽ ഒരിക്കലും ആ നെറ്റ്വർക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യരുത്. കാരണം അങ്ങനെ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് കളഞ്ഞേക്കുക എന്നതിനർത്ഥം മനസ്സിൽ വച്ചിട്ട് ജോയിൻ ചെയ്യുക. അല്ലാതെ ആ ഫണ്ട് നാളെ പോയിട്ട് ക്രിപ്റ്റോയെ തെറി വിളിച്ച് നടക്കലല്ല നിങ്ങളുടെ പ്ലാൻ. ക്രിപ്റ്റോ എന്താണെന്ന് പഠിക്കുക വ്യക്തമായിട്ട്. ഇവിടെ ഓരോ മിനിറ്റിലും ഇന്നോവേഷൻ നടക്കുന്ന ഒരു ഫീൽഡാണ്. ഓരോ മൊമെന്റും പുതിയ കാര്യങ്ങൾ വരുന്നൊരു ഫീൽഡാണ്. ഈ കഴിഞ്ഞ 4, 5 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിന്നിട്ട് എനിക്കും ഇതുവരെ ഒന്നും അറിയത്തില്ല ഈ ഫീൽഡിനെ കുറിച്ച്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുവാണ്. സോ, ഈ ഫീൽഡിനെ പറ്റി നിങ്ങൾ പഠിക്കണം. നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. എന്താണ് ബിറ്റ്കോയിൻ എന്ന് വ്യക്തമായിട്ട് പഠിക്കണം. എന്തിനാണ് എത്തീരിയം? എന്താണ് എത്തീരിയം എന്ന് വ്യക്തമായിട്ട് പഠിക്കണം. അതൊക്കെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ട് ബിറ്റ്കോയിന് $1,00,000 കടന്നു? അതിന് വ്യക്തമായിട്ട് കാരണങ്ങളുണ്ട്. ഡീസെൻട്രലൈസേഷൻ ഏറ്റവും വലിയ കാരണം. ഓണർ ഇല്ലാത്തത് മറ്റൊരു കാരണം. മൈനിങ്, ഹാൽവിങ്, പ്രൂഫ് ഓഫ് വർക്ക് ഒരുപാട് കാര്യമുണ്ട്. ഇതൊന്നും അറിഞ്ഞുകൂടാതെ ജസ്റ്റ് വന്നിട്ട് ഒരു പ്രൊജക്റ്റിലേക്ക് എൻട്രി ആവുന്നു. നേരെ പോയിട്ട് അതാണ് ഭയങ്കര വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ കുറേ കോട്ടൊക്കെ അച്ചടിച്ചിറക്കുന്നു. 2008 ബിറ്റ്കോയിന് വന്നപ്പോൾ ₹1, ഇന്ന് നമ്മടെ കോയിന് വന്നപ്പോൾ ₹1, നാളെ നമ്മടെ കോയിന് ബിറ്റ്കോയിനെ ഓവർടേക്ക് ചെയ്യും. നെവർ എവർ പോസിബിൾ. അതൊരിക്കലും നടക്കണ കാര്യമല്ല. പിന്നെ ഒരു നെറ്റ്വർക്ക് കമ്പനിയും 5 വർഷമോ 3 വർഷമോ നിന്ന ചരിത്രമില്ല. ക്രിപ്റ്റോയിൽ. ഞാൻ ക്രിപ്റ്റോയുടെ കാര്യമാണ് പറയുന്നത്. ബാക്കി നമ്മുടെ റിയൽ വേൾഡിൽ നിന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ലീഡേഴ്സ് ഒന്നും സ്റ്റേബിൾ ആയിരിക്കത്തില്ല. കാരണം ഒരു ലെവൽ കഴിയുമ്പോൾ ഈ ലീഡേഴ്സിനൊന്നും ഇൻകം കാണത്തില്ല. അവർ പതുക്കെ വേറെ കമ്പനി കിട്ടി. വളരെ 1% ആൾക്കാരല്ലാതെ വേറെ ആരും ഈ ഒരു ഫീൽഡിൽ നിൽക്കത്തില്ല. അവരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം അവർക്കും പ്രലോഭനം വരും. ഇപ്പോൾ എക്സാമ്പിൾ മറ്റൊരു കമ്പനി വരുവാണ്, പറയുവാണ്, ഞാൻ പുതിയൊരു കമ്പനി തുടങ്ങുകയാണ്. എൻ്റെ ഫസ്റ്റ് ഐഡിയ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഓൾറെഡി ഇത്ര ടീമുണ്ടല്ലോ. സോ, നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എന്തായാലും ഒരു മൈൻഡിൽ ഒരു മൊമെന്റിൽ അങ്ങോട്ട് ചാടാൻ തോന്നും. അവർ നേരെ അങ്ങോട്ട് ചാടുന്നു. അവരെ ഒരു 10, 500 പേരെയും കൊണ്ട്. അപ്പം നമ്മളാരായി? അവരെ വിശ്വസിച്ച് അവരെ മോട്ടിവേഷനും കേട്ട് അവരെ തള്ളും കേട്ട് ആ കമ്പനി ജോയിൻ ചെയ്ത നമ്മളാരായി? സോ, നിങ്ങളുടെ കയ്യിലുള്ള പൈസ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. ക്രിപ്റ്റോയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പഠിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കി ചെയ്യാം. പിന്നെ ട്രേഡിംഗ് എല്ലാവർക്കും പഠിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ഉറപ്പ് വരുന്നു. ട്രേഡിംഗ് എല്ലാവർക്കും പഠിക്കാൻ പറ്റത്തില്ല. ആർക്ക് പഠിക്കാൻ പറ്റും? മിനിമം ഒരു 6 മാസം അതിനെ വാച്ച് ചെയ്ത് എഴുതി പഠിച്ച് കറക്റ്റ് അതിൽ എഫേർട്ട് ഇടുന്ന ആർക്കും പഠിക്കാം. ഇപ്പോൾ ബൈക്ക് നിങ്ങൾ ജനിച്ചപ്പോഴേ ഓടിക്കാൻ പഠിച്ചുകൊണ്ടാണോ വന്നത്? കാറ് ഓടിക്കാൻ പഠിച്ചുകൊണ്ടാണോ വന്നത്? സൈക്കിള് ഓടിക്കാൻ പഠിച്ചുകൊണ്ട് എന്തിന്? എഴുതാൻ, നടക്കാൻ, വായിക്കാൻ, സംസാരിക്കാൻ, കേൾക്കാൻ ഓക്കെ സമ്മതിച്ച്. കഴിക്കാൻ ഇതൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടാണോ വന്നത്? നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓരോ കാര്യം നിങ്ങൾക്ക് എവിടെയാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഫീൽഡിനെ പറ്റി നിങ്ങൾ തന്നെ അതിലേക്കൊരു കൗതുകം കൊണ്ട് വന്നിട്ടാണ് നിങ്ങൾ പഠിച്ചത്. നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് തോന്നിയാണ് നിങ്ങൾ പഠിച്ചത്. അല്ലാതെ കഴിവില്ലാഞ്ഞിട്ടല്ല. പല ആൾക്കാരും വിചാരിക്കുന്ന ട്രേഡിംഗ് ഒരു ഇമ്പോസിബിൾ ആയ ടാസ്ക് ആണെന്ന്. ഒരിക്കലുമല്ല. ട്രേഡിംഗ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഒരു 6 മാസം തൊട്ട് 1 വർഷം നിങ്ങൾ അറ്റ്ലീസ്റ്റ് മാർക്കറ്റിലെ ന്യൂസ് മാത്രം നിങ്ങൾ വേറെ ഒന്നും വേണ്ട. ന്യൂസ് മാത്രം വായിച്ചു നിങ്ങൾക്കായിട്ടൊരു വേ ഒരു വഴി ഈ മാർക്കറ്റ് തുറന്നു തരും. അതിലേക്ക് നിങ്ങൾ കയറിക്കോ. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് നഷ്ടം വന്നേക്കാം. വലിയ എമൗണ്ട് ഒന്നുമല്ല. ചെറിയ നഷ്ടങ്ങൾ വന്നേക്കാം. എന്നിട്ട് നിങ്ങൾ പഠിക്കും. ഇത് ഒന്നുമില്ലാതെ ചുമ്മാ വരുന്നു, ഒരു കമ്പനി പോകുന്നു. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. അവൻ ക്രിപ്റ്റോ ആണ് ചെയ്യുന്നത്. അവൻ മറ്റേ പ്ലാനാണ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 വർഷത്തേക്ക് ലോക്ക് ചെയ്ത് വെക്കണം. അത് കഴിയുമ്പോൾ നല്ല റിട്ടേൺസ് കിട്ടും. 5 വർഷം കഴിഞ്ഞ് കമ്പനി പോലും കാണത്തില്ല.
സോ, അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. എനിക്കിപ്പോഴെങ്കിലും ഇത് കുറച്ച് തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഈ പറയുന്ന USDTയുടെ പേരിൽ വരുന്ന സ്കാംസ്, റെഫറൽ റിവാർഡ്സിൻ്റെ പേരിൽ വരുന്ന സ്കാംസ്, 15, 20 ലെവല് ഇൻകം കൊടുക്കുമെന്ന് പറഞ്ഞ് വരുന്ന സ്കാംസ്, പിന്നെ കുറേ ബോട്ടുകൾ മാർക്കറ്റിലുണ്ട്. ഒരുപാട് ബോട്ടുകൾ. സിമ്പിൾ. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ ബോട്ടിൻ്റെ പിറകെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ 2, 3 ബോട്ടിൻ്റെ പിറകെ പോയിട്ടുണ്ട്. ഒരു ബോട്ടിൻ്റെ പിറകിൽ പോയിട്ട് എൻ്റെ ക്രെഡിബിലിറ്റി മൊത്തം തൊലച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ അവര് ഒരു മന്ത്ലി 10% പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ മന്ത്ലി 10% അല്ലെങ്കിൽ 5-10% ഇറ്റ്സ് എ സ്റ്റേബിൾ ഇൻകം എന്ന് ഞാൻ വിചാരിച്ചു. അന്ന് ബിറ്റ്കോയിൻ്റെ വില $22,000. സത്യം പറഞ്ഞാൽ ആ $22,000 ആയ സമയത്ത് ചുമ്മാ ബിറ്റ്കോയിൻ വാങ്ങിച്ചിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ 5x റിട്ടേൺസ് കിട്ടിയേനെ. ഈ ബോട്ടിൻ്റെ പിറകിൽ പോയി ബോട്ട് ചുമ്മാ ചന്നം പിന്നം ട്രേഡ് എടുത്തെടുത്ത് എൻ്റെ ഫണ്ടിൻ്റെ 10-20% ലോസ് ഉണ്ടാക്കി തന്നു. അത് ഞാൻ ഓപ്പൺലി വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ, പിന്നെ ഞാൻ ആ കംപ്ലീറ്റ് എൻ്റർ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എന്താണ്? സത്യങ്ങൾ ആർക്കും ഇഷ്ടമില്ല. ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്യത്തില്ല. ഇതിലെത്ര നെഗറ്റീവ് കമൻറ്റ് വന്നാലും ഈ വീഡിയോ ആർക്കൊക്കെ ഇതൊന്ന് കൊണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല. കാരണം ഞാൻ ആരെങ്കിലും ഒരാൾ ഇത് പറയണം. ഇല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ പ്രത്യേകിച്ച് മലയാളികൾ ചെന്ന് ചാടുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനീസ്. ഞാൻ പിച്ച് ചെയ്ത് പറയുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനീസ്. ഇന്ത്യയിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനീസിന് വർക്ക് ചെയ്യാനായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഗവൺമെൻറ്. അവർ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ അണ്ടറിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പേരിന് മാത്രം. ഒന്നും നോക്കണ്ട. പക്ഷേ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ട്. പക്ഷേ ക്രിപ്റ്റോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ബോർഡോ ക്രിപ്റ്റോ ഇതുവരെ റെഗുലേഷനിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ അതിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വന്നിട്ട് എന്തോ കാണിക്കാനാണ്? നിങ്ങളിടുന്ന പൈസ നിങ്ങൾ കൂട്ടുകാരനെ കൊണ്ട് റെഫർ ചെയ്യുന്നു, മറ്റവരെ റെഫർ ചെയ്യുന്നു, അത് നിങ്ങൾക്കെടുത്ത് തരുന്നു. അല്ലാതെ വേറെ ഒന്നും അവിടെ നടക്കുന്നില്ല. പുതിയ കോയിൻ ആർക്ക് വേണോ അച്ചടിക്കാം. ഏത് പൊട്ടനും അച്ചടിക്കാം പുതിയ കോയിൻ. സോ, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. വ്യക്തമായ പ്രോജക്റ്റ്. പിന്നെ കുറേ ആൾക്കാർ പല പല പേകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കോമഡിയാണ് തോന്നുന്നത്. ക്രിപ്റ്റോ എന്ന് പറയുന്നതേ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പിയർ ടു പിയർ മണി ട്രാൻസ്ഫറിങ് സിസ്റ്റമാണ്. ഇതിനി വേറൊരു പേയുടെ ആവശ്യമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ആ പേ ഈ പേ എന്നൊക്കെ പറഞ്ഞ് വരുന്നു. പിന്നെ ഒരു കാര്യം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്തോ. അതിൽ പൈസ മുടക്കുന്ന ഒരു സ്റ്റേജ് വരുവാണെങ്കിൽ നിങ്ങൾ 2-3 തവണ ചിന്തിക്കുക. വൈ ഐ നീഡ് ദിസ്? അത് വ്യക്തമായിട്ട് ചിന്തിച്ചിട്ട് മാത്രം നെറ്റ്വർക്ക് ക്രിപ്റ്റോയിലേക്ക് ഇറങ്ങുക. പിന്നെ വേറെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പം മാർക്കറ്റിൽ പല പ്രോജക്ട്സ് ഉണ്ട്. എല്ലാ പ്രോജക്ട്സിലും ആൾക്കാരെ വേണം. അവർക്ക് ഈ പറയുന്ന 1-ാമത്തെ 2-ാമത്തെ ലെവലൊക്കെ അവർ പല പ്രോജക്ട്സും കൊടുക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിലൊരു 10% കമ്മീഷൻ, 2% കമ്മീഷൻ. പിന്നെ എക്സ്ചേഞ്ചുകളെല്ലാം അങ്ങനെയാണ് കൊടുക്കുന്നത്. പല ചെറിയ ചെറിയ പ്രോജക്ട്സുകളെല്ലാം അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ഈ 10 ലെവലൊന്നും ഇവരൊന്നും കൊടുക്കത്തില്ല. 10 ലെവലൊന്നും ഇവരെ കൊണ്ട് പറ്റത്തുമില്ല. സോ, 10 ലെവൽ 12 ലെവലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വിചാരിച്ചോ ഇതൊക്കെ തന്നെയാണ് ആഗ്രഹം. പിന്നെ ഇവരെല്ലാവർക്കും ഒരു ലക്ഷ്യം കാണും. ഒരു $5 മില്യൺ USDT. ഇപ്പോൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ഒരുപാട് സ്കാംസ് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിറകിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് മലയാളികളാണ്. ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഹിന്ദിക്കാർ പോവും. ഇവർ ഈ പോയിട്ട് ചുമ്മാ പൈസ കൊണ്ടിടും. ഡെയിലി റിട്ടേൺസ് ആയിരിക്കും വരുന്നത്. ഡെയിലി ചിലപ്പോൾ $10, $20, $50 ഡെയിലി റിട്ടേൺസ് വരും. ഈ റിട്ടേൺസ് എന്ന് പറയുന്നത് എപ്പോൾ വേണോ ഏത് രാത്രി വേണോ അത് ലോക്ക് ആയേക്കാം. അവർ പറയും ഡീസെൻട്രലൈസ്ഡ് ആണ്. നിങ്ങളുടെ പുതിയൊരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലൊക്കെയാണ് വരുന്നതെന്ന്. ഒന്നുമല്ല. മെയിൻ ആൾക്കാർ ഫണ്ട് അടിച്ചുകൊണ്ട് പോയാൽ പോവും. കാരണം നിങ്ങൾ ഈ സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞ് കൊണ്ടിടുന്നത് അവർക്കാണ്. പിന്നെ നിങ്ങൾ ഈ സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞ് അവിടെ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വാലറ്റിൻ്റെ ആക്സസും കൂടെ അവർക്ക് നിങ്ങൾ കൊടുക്കുവാണ്. ഇതൊന്നും പുതുതായിട്ട് വരുന്ന ഒരു ബിഗിനറിന് അറിയില്ല. സോ, അവർ വലിയ കാര്യത്തിൽ അയ്യോ ക്രിപ്റ്റോ ഭയങ്കര സേഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് അവരിങ്ങനെയൊക്കെ കാണിച്ചു വെക്കും. സോ, അവരുടെ പൈസയൊക്കെ പോയി കഴിയുമ്പോൾ അവർ പറയും അയ്യോ ഈ മാർക്കറ്റ് ശരിയല്ല കേട്ടോ. ഇത് അല്ലാതെ അവർ ചെയ്ത കമ്പനിയെ കുറ്റം പറയൂല, അവരെ റെഫർ ചെയ്ത ആളെയും കുറ്റം പറയൂല. ഇവർ പറയുന്നത് മൊത്തം മാർക്കറ്റിനാണ്. സോ, അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചും കൊണ്ടൊക്കെ ചെയ്യുക. അവിടെയൊക്കെ ലാസ്റ്റ് ഇപ്പം വേണമെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് തന്നെ ചെയ്യുന്നുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ അറിഞ്ഞു വെച്ചോണ്ട് ചെയ്യുന്നതും, ചില ആൾക്കാർ അറിയാതെ ചെയ്യുന്നതും. ഇപ്പം ഞാൻ എൻ്റെ തുടക്ക ടൈമിൽ ഞാൻ ചെയ്യുമായിരുന്നു. കാരണം നമ്മൾ എത്ര വീഡിയോസ് ചെയ്തിട്ട് റീച്ച് വരത്തില്ല. ഇമ്മാതിരി തല്ലിപ്പൊളി പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര റീച്ചാണ്. ഇപ്പോൾ ഒരു മെമി കോയിന് ഹൈ വോളറ്റൈൽ ആയ ഒരു മെമി കോയിൻ്റെ വീഡിയോ ചെയ്താൽ മതി. എൻ്റെ വീഡിയോ 2K 5K ഒക്കെ കയറിപ്പോവും. പക്ഷേ ആ സ്ഥാനത്ത് യൂസ്ഫുൾ ആയ ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ചെയ്താൽ
ആകെ കയറിപ്പോകുന്നത് 100 വ്യൂസ്, 200 വ്യൂസും ഒക്കെയാണ്. അപ്പോൾ നമുക്കത് വിഷമം വരും. കാരണം അടുപ്പിച്ച് ഇത്രയും നാൾ ഒരു 6 മാസം, 1 വർഷം, 2 വർഷം ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ട് ഒന്നും കിട്ടാതാവുമ്പോൾ നമ്മൾ പിന്നെ നേരെ തിരിയുന്നത് അതായിരിക്കും. സോ അതിന് എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ചില പേര്. പിന്നെ ചില പേര് ജന്മത്തിൽ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരോട് ഹാറ്റ്സ് ഓഫ്. കാരണം നിങ്ങൾ ആ എടുക്കുന്ന ഒരു ഡിസിപ്ലിൻ അതാണ് ഈ മാർക്കറ്റിന് ആവശ്യം. സോ ഒരുപാട് പുതിയ യൂട്യൂബേഴ്സ് വരും. ഇനിയിപ്പോൾ മാർക്കറ്റിലേക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് വരും. ഒരുപാട് ഈ പറഞ്ഞ ടെലിഗ്രാമിലെ ചാനലുകൾ വരും. ഓരോ ആൾക്കാർ ടെലിഗ്രാം ചാനലിനകത്ത് പോയിട്ടാണ് ലക്ഷങ്ങളും കോടികളും കളഞ്ഞിട്ട് എനിക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട്. സോ അതൊന്നും നിങ്ങൾ ചെയ്യരുത്. വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ച് മാർക്കറ്റിലേക്ക് വരിക. എൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചാൽ ഞാനൊരു എക്സ്ചേഞ്ചിനെ പോലും വിശ്വസിക്കാൻ പറയത്തില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അർദ്ധരാത്രി അടിച്ചുകൊണ്ട് പോയ എക്സ്ചേഞ്ചസ് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുക. ക്രിപ്റ്റോ ഹൈലി വോളറ്റൈൽ, ഹൈ റിസ്ക്കുള്ള മാർക്കറ്റാണ്. എന്നാൽ ഹൈ പ്രോഫിറ്റ് തരുന്ന മാർക്കറ്റും കൂടെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസായ ഇൻസ്റ്റാഗ്രാമും ടെലിഗ്രാമും വാട്സാപ്പും ട്വിറ്ററും എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ നിറയെ അടിപൊളി കണ്ടൻസുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ സലാം.